സോ ഹലോ ഗൈസ്, ഞാൻ അതിഥി. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും മലയാളം ടെക് ഫാക്ടറി ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മളെല്ലാവരും വാട്സപ്പ് സ്റ്റാറ്റസുകൾ അപ്ലോഡ് ചെയ്യാറുള്ളവരാണല്ലേ. സാധാരണ നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ വാട്സപ്പ് സ്റ്റാറ്റസുകളായിട്ട് ഇടാറുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമായിരിക്കാം, അതായത് നമ്മൾ വാട്സപ്പ് സ്റ്റാറ്റസായിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇടുമ്പോൾ നല്ല രീതിയിൽ അതിന് ക്വാളിറ്റി ലോസ് വരാറുണ്ട്. സോ ഇതിന് കാരണം വാട്സപ്പിൻ്റെ കംപ്രഷനാണ്. സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ ഹൈ ക്വാളിറ്റി ഇമേജസും വീഡിയോസും വാട്സപ്പ് സ്റ്റാറ്റസുകളായിട്ട് ക്വാളിറ്റി ലോസ് ഇല്ലാതെ അപ്ലോഡ് ചെയ്യാമെന്നതിനെ കുറിച്ചാണ്. സോ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യാനും മറക്കണ്ട. സോ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ നമുക്ക് ആദ്യം തന്നെ ക്വാളിറ്റി ലോസ് ഇല്ലാതെ തന്നെ എങ്ങനെ ഫോട്ടോസ് വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ ഏതാണോ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കേണ്ടത് ആ ഫോട്ടോ ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ മറ്റേതെങ്കിലും വാട്സപ്പ് നമ്പർ ഉണ്ടെങ്കിൽ ആ ചാറ്റിലേക്ക് ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ചാറ്റിൽ തന്നെ നിന്നുകൊണ്ട് ആ ഫോട്ടോ ഫോർവേഡ് ചെയ്ത് വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കുക. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് സെറ്റിംഗ്സിൽ പോയി ചെറിയൊരു കാര്യം ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. അതായത് നേരെ നിങ്ങളുടെ ഫോണിൽ വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് കാണുന്ന 3 ഡോട്ട് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെറ്റിംഗ്സിൽ പോവുക. അവിടെ നിങ്ങൾക്ക് താഴെയായിട്ട് സ്റ്റോറേജ് ചെയ്യാൻ ഡേറ്റ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. സോ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് താഴെയായിട്ട് ഫോട്ടോ അപ്ലോഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. സോ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷനാണോ സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തുക. സോ നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിൽ തന്നെ ഫോട്ടോസ് വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് വീഡിയോസ് എങ്ങനെ ക്വാളിറ്റി ലോസ് ഇല്ലാതെ തന്നെ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കാമെന്ന് നോക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ടോക്ക് 360 എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ കോളിംഗ് ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ്റെ കുറച്ച് ഫീച്ചേഴ്സിനെ പറ്റി പറയുവാണെങ്കിൽ, ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് വളരെ ചുരുങ്ങിയ ചിലവിൽ തന്നെ ഇൻ്റർനാഷണൽ കോൾസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് തന്നെ ലാൻഡ് ലൈനിലേക്കോ മൊബൈൽ ഫോണിലേക്കോ ഒക്കെ നമുക്ക് ഇൻ്റർനാഷണൽ കോൾസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ആപ്ലിക്കേഷൻ്റെ കൂടുതൽ ഫീച്ചേഴ്സിനെ പറ്റിയും അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ ഇതിന് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു നോക്കിയാൽ മതിയാവും. ആ ഒരു വീഡിയോയുടെ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് തരാം. തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഓൾറെഡി തന്നെ നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് ടോക്ക് 360 എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനിലേക്ക് ഈസി ആയിട്ട് റീചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടോക്ക് 360 ഒരുപാട് പേയ്മെൻറ്റ് ഓപ്ഷൻസ് നൽകുന്നുണ്ട്. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ നേരെ ടോക്ക് 360 ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ബൈ ക്രെഡിറ്റ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റീചാർജ് വൗച്ചർ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒട്ടുമിക്ക എല്ലാ തരത്തിലുള്ള പേയ്മെൻറ്റ് ഓപ്ഷൻസും കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേയ്മെൻറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഫോൺ പേ, പേടിഎം പോലുള്ള UPI ബേസ്ഡ് ആയിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ തരത്തിലുള്ള പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻസ് വഴിയും ഈ ആപ്ലിക്കേഷനിലേക്ക് റീചാർജ് ചെയ്യാവുന്നതാണ്. സോ അത് വളരെ ഈസി ആയിട്ട് എനിക്ക് തോന്നി. അത് മാത്രമല്ല, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ടോക്ക് 360 ഒരു കിടിലൻ ഓഫറും നൽകുന്നുണ്ട്. അതായത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന യുണീക്ക് ലിങ്ക് വഴി നിങ്ങൾ ആരെങ്കിലും ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഈ ആപ്ലിക്കേഷനിലേക്ക് റീചാർജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 50% എക്സ്ട്രാ ക്രെഡിറ്റ്സും ലഭിക്കുന്നതായിരിക്കും. സോ എന്തായാലും ഇപ്പോൾ തന്നെ എല്ലാവരും ടോക്ക് 360 ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമല്ലേ. ഇനി നമുക്ക് എങ്ങനെയാണ് വീഡിയോസ് ക്വാളിറ്റി ലോസ് ഒന്നും ഇല്ലാതെ തന്നെ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കേണ്ടതെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ നിങ്ങളുടെ ഫോണിൽ വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നേരെ സ്റ്റാറ്റസ് സെക്ഷനിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഏത് വീഡിയോ ആണോ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കേണ്ടത് ആ വീഡിയോ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് ആ ഒരു വീഡിയോയുടെ ഫയൽ സൈസ് കാണാൻ പറ്റും. സോ ആ ഒരു ഫയൽ സൈസ് 5 MB താഴെയാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് താഴെ കാണുന്ന ആ ഒരു സെൻഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കാവുന്നതാണ്. ഒരു രീതിയിലുള്ള ക്വാളിറ്റി ഇഷ്യൂസും അവിടെ ഉണ്ടാവില്ല. പക്ഷേ ആ ഒരു ഫയൽ സൈസ് 5 MB മുകളിലാണെങ്കിൽ നിങ്ങൾ ചെറിയൊരു കാര്യം ചെയ്യുക. അതായത് നിങ്ങളവിടെ മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ട്രിം ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. സോ ആ ഒരു ട്രിം ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഡ്രാഗ് ചെയ്യുക. എന്നിട്ട് പഴയതുപോലെ തന്നെ ആ ഒരു വീഡിയോയുടെ എൻഡിൽ കൊണ്ടുവന്ന് വയ്ക്കുക. എന്നിട്ട് താഴെ കാണുന്ന ആ ഒരു സെൻഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരെ വീഡിയോ അപ്ലോഡ് ചെയ്യുക. സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 MB മുകളിലുള്ള വീഡിയോസും വളരെ സിമ്പിളായിട്ട് ക്വാളിറ്റി ലോസ് ഒന്നും ഇല്ലാതെ തന്നെ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഈ വീഡിയോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ഞാൻ തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇതിലും മികച്ചൊരു വീഡിയോയോടെ നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഓഫ്.